ഒരു സ്വലാത്ത് ഞാൻ എൻ്റെ ഉമ്മമാർക്കും വാപ്പമാർക്കും പറഞ്ഞു തരട്ടെ. ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം എന്താണ്? അല്ലേ, നമ്മളൊക്കെ എന്തിനാ നിസ്കരിക്കുന്നത്, നോമ്പ് പിടിക്കുന്നതൊക്കെ എന്തിനാ? സ്വർഗത്തിൽ കടക്കാൻ വേണ്ടിയാ. ഈ റമദാൻ മാസം എന്തിനാ? സ്വർഗത്തിൽ കടക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഉന്നതമായ പദവി കിട്ടാൻ, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഉന്നതമായ പദവി കിട്ടാൻ ഈ ഒരു സ്വലാത്ത്. ആ ഉന്നതമായ പദവി എങ്ങനെ കിട്ടും? അത് ആ ഉന്നതമായ പദവിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി തങ്ങളുടെ കൂടെ സ്വർഗത്തിന്റെ ഏറ്റവും വലിയ പദവിയിൽ ഇരിക്കാൻ, വലിയ സ്ഥാനത്തിരിക്കാൻ ഈ ഒരു വാചകം, ഇതൊരു സ്വലാത്താണ്, ഇതൊരു ദുആയാണ്. മഹാന്മാര് സ്ഥിരമായി ചൊല്ലിയതാണ്. പ്രത്യേകിച്ച് റമദാനിലൊക്കെ ഇതൊക്കെ നമ്മൾ നോക്കി കാണാതെ പഠിക്കണമെന്നില്ല. ഞാൻ പതിയെ പറഞ്ഞു തരാം. ഒരു പേപ്പറിലേക്ക് എഴുതിയെടുത്തോ, സ്ക്രീൻഷോട്ട് എടുത്തോ. ബാപ്പമാരും ഉമ്മമാരും ഇതൊന്ന് പറയണേ. ഒരു വട്ടമെങ്കിലും ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് നിങ്ങളൊന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വലിയ നേട്ടമാണ്. ഏതാണത്? അല്ലാഹുമ്മ, സ്ക്രീനിൽ കാണാം, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ. നമ്മൾ ഈ ഒരു ദുആ ബാങ്കിന് ശേഷം പറയുന്ന ഒരു ദുആയാണ്. ദുആ മൊത്തം പറയുന്നില്ല, അതിന്റെ ചില വാക്കുകളാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ. അല്ലാഹുവേ, പരിപൂർണമായ ദുആഇന്റെ, വരാനിരിക്കുന്ന നമസ്കാരത്തിന്റെ രക്ഷിതാവേ. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ. അത് കഴിഞ്ഞോ, സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വർള അന്നി റിളൻ ലാ സുഹ്ത ബഅദഹു. ഇതൊരു സ്വലാത്താണ്, ഇതൊരു ദുആയാണ്. ഏത് ഗണത്തിലും പെടുത്താൻ പറ്റും. സ്വർഗത്തിൽ നമുക്ക് കടക്കാൻ പറ്റുമെന്നല്ല, സ്വർഗത്തിൽ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഉന്നതമായ പദവി അലങ്കരിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് തരുമെന്നാണ്. അല്ലെ, നമുക്കിഷ്ടമുള്ള ഒരു സ്ഥലം, നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് ഒറ്റക്ക് പോകുന്നതാണോ, നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് നമുക്കിഷ്ടമുള്ള ആളോടൊപ്പം പോകുന്നതാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ചോദ്യമാണ്. നമുക്കിഷ്ടമുള്ള ഒരു സ്ഥലം, ഇപ്പോൾ മക്കത്ത് പോകുന്നു, നമ്മൾ ഉംറക്ക് പോകുന്നു, നമ്മൾ ഇഷ്ടമുള്ള സ്ഥലമാണ്, അവിടെ നമ്മൾ ഒറ്റക്ക് പോകുന്നതാണോ, അതോ നമ്മുടെ ഭാര്യ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ മക്കത്ത് പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഭാര്യയുടെ കൂടെ പോകുന്നതാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? നമുക്ക് നമ്മുടെ ഭാര്യയുടെ കൂടെ പോകുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോടൊപ്പം പോകുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ വാപ്പാടൊപ്പം പോകുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മാടൊപ്പം പോകുന്നതാണ്. അല്ലേ, അപ്പൊ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ സ്വർഗത്തിൽ നമുക്ക് കടക്കൽ ഇഷ്ടമാണ്. ആ സ്വർഗത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവമായിരിക്കും. അത് ഈ റമദാൻ നമുക്ക് നേടിയെടുക്കണം.